ഗൈസ് അതെ, ഞങ്ങളങ്ങനെ ഒരു എംറ്റി എടുത്തിരിക്കുകയാണ്. എനിക്കിപ്പോഴും അറിയില്ല ഈ വണ്ടി ഇവൾ എങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അയ്യോ കാണണേ, അയ്യോ കാണണേ, ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊന്നും ഞങ്ങൾ ആരോടും പറയണില്ല. വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ വണ്ടീനെ കൊണ്ടൊരു ഇത്രയും നേരം പൊക്കി പറഞ്ഞേ പോരെ. ഞാൻ ഇവൾ വന്ന് കയറി ഇടിക്കുവാണെങ്കിൽ എൻ്റെ കാറിനിട്ട് ഇടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി മാത്രം കുറേ കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, എല്ലാ ലൈറ്റും കത്തിക്കിടപ്പുണ്ടല്ലോ കണ്ടാരോടങ്ങാൻ. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെടുത്ത പുതിയ വണ്ടി. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു വണ്ടി വാങ്ങി. എപ്പോഴും കാണുന്ന വണ്ടിയല്ലല്ലോ ഇന്ന് ഗൈസ്. അതെ, ഞങ്ങളങ്ങനെ ഒരു എംറ്റി എടുത്തിരിക്കുകയാണ്. എംറ്റി എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പോയി വണ്ടി എടുത്തു. എന്നിപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വണ്ടിക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഞാനവിടെ വണ്ടി ബാക്കി നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെടുത്ത പുതിയ വണ്ടി. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇത് ഇന്നലെ എടുത്തു കൊണ്ടെന്നേ ഉള്ളൂ. വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ജാമാണ് കേട്ടോ. കൈ കൊടുത്താൽ സൂക്ഷിച്ച് പിടിച്ചില്ല അവിടെ തന്നെ ഒറ്റ പോക്ക് അങ്ങ് പോവും. വല്ല മതിലിനോ കാരണമോ ഒക്കെ കയറിപ്പോവും. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തിരിക്കേണ്ടി വരും. പിന്നെ വണ്ടി ഒന്ന് കഴുകണം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ചെറിയൊരു ഈ കിറ്റിന് ചെറിയൊരു ഇളക്കമുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു കുറച്ച് മൈലേജുള്ള വണ്ടി എടുക്കണം. സോ അങ്ങനെയാണ് ഈ വണ്ടി എടുത്തത്. ഈ വണ്ടി കുറച്ച് നാൾ ഓടിച്ച് നോക്കും. ഏകദേശം ഒരു മാസം ഓടിച്ച് നോക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ വെക്കും, ഇല്ലേ കൊടുക്കും. ആ ഒരു പ്ലാനിലാണ്. ക്യൂവിനോടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. ഈ വണ്ടി എടുത്താലേ കുറച്ച് നേരം ഓടിച്ച് നോക്കാം, ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ള അങ്ങനെ ആ ഒരു മൂഡിൽ വന്നാണ്. ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഇപ്പോഴത്തെ. എനിക്കിപ്പോഴും അറിയില്ല ഈ വണ്ടി ഇവൾ എങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു എന്ന്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പോലും ഫസ്റ്റ് ഇട്ടിട്ട് കൈ കൊടുക്കാൻ പേടിയാണ്. കാരണം വണ്ടി തെറിച്ച് പോവുക ജാമായി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവളാണ് ഇന്നലെ ഓടിച്ചിട്ട് വന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഗിയറും കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കൈ കൊടുക്കാൻ തോന്നുമ്പോഴേക്കും ഇതിങ്ങനെ രണ്ടാമത്തെ ഇത് വരുമ്പോൾ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ ഒറ്റ പോക്കാം. അയ്യോ അതുകൊണ്ട് അത്രയും കൊടുക്കാൻ പറ്റില്ല. നീ ഇന്നലെ എങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ കാർ എടുത്തിട്ട് മുമ്പിൽ വന്നിട്ട് ഇവളാണേലും റൈറ്റ് സൈഡ് കൂടി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി സ്ലോയിലേ പോകാനും പറ്റുള്ളൂ. വണ്ടി സ്ലോയിൽ പോകുമ്പോൾ റൈറ്റ് സൈഡ് പോകാൻ പാടില്ല എന്നറിയില്ലേ. ഞാനാണെങ്കിൽ കാറും കൊണ്ട് ഇവളുടെ മുമ്പിൽ പോയതാ. എങ്ങാനും ഇവൾ വന്ന് കയറി ഇടിക്കുവാണെങ്കിൽ എൻ്റെ കാറിനിട്ട് ഇടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവളുടെ ഫ്രണ്ടിൽ പോകാമെന്ന് വിചാരിച്ച്. ഇല്ല, ഇത് ഫുള്ള് ജാമായിട്ട് നിൽക്കുക. ഇതെങ്ങാനും കൈയെങ്ങാനും കയറിപ്പോയി. എനിക്ക് ഇവളെ വിശ്വസിച്ച് കൊടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ എങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു. ഞാൻ റൈറ്റ് സൈഡ് പോയത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഞങ്ങൾക്ക് കൂടുതലും വീട്ടിലേക്ക് പോരാൻ റൈറ്റ് ഇങ്ങനെ കട്ട് ചെയ്യണ്ട. അതായത് ലെഫ്റ്റ് കൂടെ പോയിട്ട് ബൈക്കിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നിർത്തി ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇത് ആകെ 2 കട്ടേ ഉള്ളൂ. ആ 2 കട്ടിന് വേണ്ടി എനിക്കാണെങ്കിൽ മുമ്പിൽ വരാനും പറ്റില്ല. ഈ റൈറ്റ് സൈഡ് തന്നെ പിടിച്ചോണ്ട് കാറായതുകൊണ്ട് റൈറ്റിലെ സ്ലോ ചെയ്ത് പോകാനും പറ്റില്ലല്ലോ. ആ 2 കട്ട വേണ്ടി ഞാൻ 2, 3, 4, 5 കിലോമീറ്റർ റൈറ്റ് സൈഡ് പോകുന്നു. ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലേ? വണ്ടി ഒന്ന് കഴുകണം. ഇളകുന്നുണ്ട്. കഴുകണം, ഒന്ന് സർവീസ് ചെയ്യണം. എൻജിൻ ലൈറ്റ് കത്തുന്നുണ്ട്. അത് ഓയിലൊക്കെ ആക്ച്വലി വണ്ടി ഓടാതിരിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി എടുത്ത ഞങ്ങൾ ഓടാതിരിക്കുമായിരുന്നു. രാത്രി പോയി എടുത്ത വയസ്സ്. ഇവളും കുറേ നാളായി പറയുന്നു എംറ്റി എടുക്കണം. നിറയെ ആട്ടുംകുട്ടികൾ അങ്ങോട്ട് പോവാം. ഞങ്ങൾ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാക്സിമം. ഓക്കെ ഗൈസ്, കുറച്ച് ഓടിച്ച് നോക്കട്ടെ കേട്ടോ. എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചുതരാം. സ്റ്റാർട്ടാവൂലേ? എന്തോ ഇത് ജാമായി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇതുണ്ട്, ഇങ്ങനെ ജാമായി നിൽക്കും.
പോവാം. ഓടിക്കുമ്പോൾ മനസ്സിലായി ഇതുണ്ടോ, എല്ലാ ലൈറ്റും കത്തി കിടപ്പുണ്ടല്ലോ പണ്ടാരോടങ്ങാൻ. ഈ വണ്ടി ഇങ്ങനെ പോകുള്ളൂ, അല്ലാതെ നോക്കുക. കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ജാമായി നിൽക്കും. ഇത് കണ്ടോ, ഇത് മറ്റേ ക്രൂയിസ് കൺട്രോൾ പോലെ അങ്ങനെ നിൽക്കും ഗൈസ്. കറക്റ്റ് ക്രൂയിസ് കൺട്രോൾ. ഏതെങ്കിലും വണ്ടി ഫ്രണ്ടിൽ അങ്ങനെ കണ്ടോ, ഇപ്പം നിൽക്കുന്നില്ല. ഇതിങ്ങനെ പൊക്കോളും. അതിന് ആവശ്യമുള്ള സമയത്ത് ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടി കാണിച്ചത് വർക്കാവുമല്ലോ. അതങ്ങനെയാണല്ലോ. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് വണ്ടിയും കൊണ്ട് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ആ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് അതുപോലെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു പറയാനാ ഗൈസ്. അടുത്ത് അല്ല ഇതിലല്ലേ ഉണ്ട്. പേടിയാണ്. എൻ്റെ കയ്യിൽ V3 ആണല്ലോ ഉണ്ടായിരുന്നത് ആദ്യം. V3ക്കും അത്യാവശ്യം നല്ല മൈലേജ് ആയിരുന്നു. പക്ഷേ V3 കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചിന്തിച്ചത് ആ വണ്ടി കൊടുക്കാൻ പാടില്ല, അതൊരു ജമ്മായിരുന്നു. പിന്നെ ഈ വണ്ടി ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം MT ആയിരുന്നു കേട്ടോ. ആദ്യം V3 ആണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവൾ MTയിലേക്ക് മാറി. എന്താ പെൺപിള്ളേർ അങ്ങനെയാണല്ലോ, തോന്നുമ്പോൾ ഓരോ വാക്കാണല്ലോ. അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിട്. പക്ഷേ MT ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് ഗൈസ്. നല്ല വണ്ടി, നല്ല. അയ്യോ, ഞാനെന്ത് ചെയ്യാനാ? ഒന്നെങ്കിൽ ഇത് ജാമായി നിൽക്കും, മെയിൻ റോഡിലേക്ക് കയറി തെറിച്ച് പോവുകയും ചെയ്യും. പോലീസ് നോക്കിക്കോ, പൊല്യൂഷനൊന്നുമില്ല. അതാ ആരെങ്കിലും കണ്ട വിചാരിക്കും കണ്ണാപ്പികളാണെന്ന് വിചാരിക്കും. സത്യമായിട്ടും ഓടിക്കാനറിയാതെ ഇവന്മാർ പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്ന വിചാരിക്കും. പോലീസ് കണ്ടാൽ പോയി. ഇന്ന് വർക്ക്ഷോപ്പില്ല കൈസ്, അതുകൊണ്ടാണ് കേട്ടോ വണ്ടി റെഡിയാക്കാൻ പറ്റാത്തത്. ഇന്ന് സൺഡേ ആണ്. ഇല്ല ഇന്ന് തന്നെ കൊണ്ടുപോയി റെഡിയാക്കിയാണ് ഈ കേബിളും. ഒന്നെങ്കിൽ ഇതേ പോകുന്നു കണ്ടോ. റിസ്ക്കാണ് ഇതും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നാളെ എല്ലാം റെഡിയാക്കാം. ആ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിടാം വണ്ടി റെഡിയാക്കാൻ പോകുന്നത് ഗൈസ്. പിന്നെ ഈ വണ്ടിയുടെ കംഫർട്ട്, റൈഡിങ് പൊസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. V3 വേറൊരു പൊസിഷനാണ്, അത് ഓക്കെ. പക്ഷെ എനിക്ക് ഇത് നല്ല രസമുണ്ട്. പുറകിലെ പില്ലിയൺ ഇരുന്നാലാണേലും കുഴപ്പമില്ല. നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. നോക്കട്ടെ, ഈ വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെടുക്കും. പിന്നെ ഗൈസ്, ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യും. അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ആ വണ്ടി ഏതാണെന്ന് കേട്ടോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതേതാ വണ്ടി നിങ്ങൾ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു വണ്ടി എടുത്തു, അപ്പോൾ അത് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അല്ല പ്രത്യേകിച്ച് ഇതിൽ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ നാളെ വന്നിട്ട് പറയും നീ എന്തോടോ കണ്ടൻറ്റ് ഇല്ലാതെ അവളെയും കൂട്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു. അങ്ങനത്തെ കുറേ എണ്ണങ്ങളുണ്ട്. വേണേ കണ്ടാൽ മതിയില്ലേ? ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടല്ലോ, അത് മതി. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. നെഗറ്റീവ് വരും, അതൊക്കെ ഓക്കെ. അല്ലാതെ വെറുതെ കിടന്ന് നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി മാത്രം കുറേ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാം. അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അയ്യോ കാണണേ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊന്നും ഞങ്ങൾ ആരോടും പറയണില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കാണ്. ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ, അത് കുഴപ്പമാണ്, നീ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയാം, അതൊക്കെ ഓക്കെ.
നല്ല നല്ല കണ്ടൻറ് ഉണ്ട്, അതൊക്കെ പറയാം. അല്ലാതെ വെറുതെ നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി മാത്രം കുറേ കമൻറ്റുകൾ ഇടുന്നുണ്ട്. എന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ. സോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓഫായോ? ഓഫായല്ലോ. ഫക്ക്. ഇതാണ് ഈ വണ്ടിയുടെ കുഴപ്പമില്ല, സ്റ്റാർട്ടായി. എന്താണാവോ? എന്താണേലും നാളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ റെഡിയാക്കാം. ഇതൊക്കെയാണ് MT എടുത്തതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടോ. വണ്ടി ഓടുന്നത് തന്നെ വലിയ കാര്യം എന്നല്ലേ. പക്ഷെ ഓടിച്ചിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ കാണുന്നത് വെച്ചാൽ എന്താ, ഇരുട്ടായി. ഇനിയിപ്പോൾ വീഡിയോ എടുത്താലും ഗോപുരയിൽ കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഐ ലൈക്ക് ദിസ് മെഷീൻ. വാട്ട് ദ ഫക്ക് ഗൈസ്, എന്ത് രസമാണ് ഓടിക്കാൻ. സീരിയസ്ലി, എങ്ങനെ വേണേലും എടുത്തു കൊണ്ടുപോകുമ്പോൾ നല്ല കുഞ്ഞു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും നാൾ ഞാൻ MT അധികം ഓടിച്ചിട്ടില്ല. ഓടിച്ചിട്ടുണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ്, എൻ്റെ ഓർമ്മയിലില്ല. എന്താണ് ഇത്രയും നേരം കയ്യിൽ കിടക്കുന്ന ഈ വണ്ടി. ഓഹ്, എന്ത് രസം ഓടിക്കാൻ. കുഞ്ഞു വണ്ടിയും എങ്ങനെ വേണേലും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. നല്ല ഒതുങ്ങിയിരിക്കുക, ഒരു കുട്ടി വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. E3 എടുക്കുന്നതിന് പകരം MT ഒന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ E3 കൊടുത്തതിൽ ഞാൻ ഇന്ന് നല്ലോണം റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. E3 അത് വേറൊരു ലീഗാണ്. എന്തായാലും എനിക്ക് ഈ വണ്ടി നല്ലോണം ഇഷ്ടമായി. എന്തുകൊണ്ടാണ് അറിയില്ല, പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടി ആ ഒരു ഫീല് തരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ നീ എന്നെ അങ്ങ് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വണ്ടി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. എൻജിൻ ലൈറ്റ് കത്തി കിടപ്പുണ്ട്, എന്താവും. എന്തായാലും വണ്ടി നാളെ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള അപ്ഡേഷൻ അറിയിക്കാം കേട്ടോ. ഇവരെല്ലാവരും കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നിർത്തിയിട്ട് അതാ ഈ വണ്ടീനെ കൊണ്ടൊരു ഇത്രയും നേരം പൊക്കി പറഞ്ഞേക്കും പോരാ. കയറിക്കോ, എനിക്ക് തോന്നുന്നു എൻജിൻ ഹീറ്റാണ്. കയറിക്കോ, ആ കയറ്. അതിൽ കൂടെ പോകില്ല, കയറിക്കോ. ഈ വണ്ടിക്ക് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. What the fuck? എന്നാലും ബ്ലോക്കുള്ള സമയത്തല്ലേ ഇത് പണി തരുള്ളൂ. അയ്യോ, കറക്റ്റാ കുഴി തന്നെ കൊണ്ടേ ചാടിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.